ഒരു ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കിലോ ചിക്കനാണ്, എല്ലില്ലാത്ത പീസാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി, അതുകൊണ്ട് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് 1 ടീസ്പൂണ്, അതുപോലെ തന്നെ സെല്ലറി 1 ടീസ്പൂണ് പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം, സവാള, പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് സോയ സോസ് ഇത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ സോസ് 2-2.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു തുണ്ട് റെഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. അതുപോലെ തന്നെ അജിനോമോട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും നമുക്ക് ആ ചൈനീസിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ച് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ കൂടുതലാണെങ്കിൽ അങ്ങോട്ടോട്ടൊക്കെ കൂട്ടി കുറച്ചൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചില്ലി ചിക്കനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു പുതിയ ഐറ്റംസ് വീണ്ടും കാണാം.